നിറവിലേക്ക് സ്വാഗതം. വിശുദ്ധ കുർബാന നീളമേറിയതാണെന്ന് നിങ്ങൾ പറയുന്നു. എന്നാൽ ഞാൻ പറയുന്നു, നിങ്ങളുടെ സ്നേഹം ചെറുതാണ്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രിവിയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. സ്നേഹാചരവും ആലപിക്കുന്ന ഗാനമാണ് ആദ്യം. സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ, സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ, വാടി കൊഴിഞ്ഞിടാത്ത സ്വർഗീയ പൂവേ, തേടിടുന്നു തവ പാദം തായേ. സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ, സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ. താതനരുളിയ തീമൊഴികൾ തേൻ പോലെ നുകർന്നോരു ദുഃഖപുത്രീ നീ. നാഥാ, നിൻ തിരുപാതയാകാൻ അമ്മ എത്ര മുറിഞ്ഞു. കാലിത്തൊഴുത്തും കാൽവരിയും സഹനപീഠമൊരുക്കി, സഹനപീഠമൊരുക്കി. സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ, സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ. കനലു പുകയും തീവഴിയിൽ മൗനമായി നടന്നോരു ധീരപുത്രീ നീ. നാഥാ, നിൻ തിരുക്കുരിശിനെ മറിയമെത്ര പുണർന്നു. തോർന്നിടാത്ത സങ്കടങ്ങളിൽ സകലമർപ്പിച്ചു നിന്നു, സകലമർപ്പിച്ചു നിന്നു. സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ, സഹനവഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ, വാടി കൊഴിഞ്ഞിടാത്ത സ്വർഗീയ പൂവേ, തേടിടുന്നു തവ പാദം തായേ.
സിറിയക്കച്ചനോട് ഒരു പെൺകുട്ടി ചോദിച്ച 3 ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ തോട്ട്സ് ഫോർ ലൈഫിൽ. കഴിഞ്ഞ ദിവസം ശാലോമിലേക്ക് റെക്കോർഡിങ്ങിനായിട്ട് ഞാൻ പോരുമ്പോൾ എനിക്ക് നല്ല പരിചയമുള്ള ഒരു യുവതിയെ കാണാനിടയായി. വിവാഹപ്രായമെത്തി അവൾക്ക്. അവൾ എന്നോട് ചോദിച്ചു, അച്ഛൻ എങ്ങോട്ടാണ് യാത്ര? ഞാൻ പറഞ്ഞു, നിറവിൻ്റെ റെക്കോർഡിങ് നടക്കുകയാണ്, അതുകൊണ്ട് ഇന്ന് പോയി നാളെ അവിടെ പരിപാടി നടത്തണം. എന്നോട് ചോദിച്ചു, അച്ഛന് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റുമോ? ഞാൻ അവളോട് പറഞ്ഞു, ആ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളുടെ സ്വഭാവം നിനക്കറിയാമല്ലോ, അത്തരത്തിലുള്ളതാണെങ്കിൽ അവതരിപ്പിക്കാം. അവൾ പറഞ്ഞു, എനിക്ക് വിവാഹത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അവതരിപ്പിക്കണമെന്ന് ആഗ്രഹമുള്ളത്. അവൾ 3 ചോദ്യങ്ങളാണ് എന്നോട് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, ഇത് വ്യക്തിത്വ വികസനത്തോടോ സ്വഭാവ രൂപീകരണത്തോടോ മനോഭാവങ്ങളോടോ ഒക്കെ ബന്ധപ്പെട്ട ഒന്നല്ലല്ലോ. അവൾ കാര്യങ്ങൾ വിശദീകരിച്ചു. എന്നോട് പറഞ്ഞു, അല്ലച്ച, ഇത് മനുഷ്യൻ്റെ മനോഭാവം മാറ്റുന്നതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ്. അവൾ പറഞ്ഞത് മനുഷ്യൻ്റെ മനോഭാവങ്ങൾ മാറ്റുന്നതിനോട് ബന്ധപ്പെട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ 3 ചോദ്യങ്ങൾ അഥവാ അവളുടെ 3 സംശയങ്ങൾ എന്താണെന്ന് പ്രേക്ഷകരറിയണം. 1, പെണ്ണ് കാണൽ പോലെ ഒരു ചെറുക്കൻ കാണൽ വേണ്ടേ? അത്തരത്തിലുള്ള ഒരു ചോദ്യം ഞാൻ കേൾക്കുന്നത് ആദ്യമാണ്. ഞാൻ ചിന്തിച്ചപ്പോൾ അതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലായി. ഇന്ന് നമുക്ക് നമ്മുടെ വീടുകളിൽ കല്യാണത്തോടനുബന്ധിച്ച് പെണ്ണ് കാണൽ ചടങ്ങുണ്ടല്ലോ. അത് നീണ്ട ഒരു ചടങ്ങാണ്. ആദ്യം ഒരു പക്ഷേ ചെറുക്കൻ്റെ മാതാപിതാക്കൾ ചെറുക്കൻ്റെ അങ്കിളിനോടൊപ്പം ചെറുക്കനെ കൂടെ കൂട്ടി പെണ്ണ് കാണാൻ പോണു, അല്ലെങ്കിൽ ചെറുക്കൻ തൻ്റെ കൂട്ടുകാരെ കൂട്ടി പോകുന്നു, അല്ലെങ്കിൽ പെങ്ങന്മാരോടൊപ്പം പെണ്ണ് കാണാൻ പോണു. പല രീതിയുണ്ടല്ലോ. ഒരു തവണ മാത്രമല്ല, 2-3 തവണ പെണ്ണ് കാണാൻ പോകുന്ന രീതിയുണ്ട്. ആദ്യം ചെറുക്കനും കൂട്ടനും പോകുന്നെങ്കിൽ പിന്നെ കാർന്നോനും ആൻറ്റിയും ഒക്കെ കൂടി പോകുന്നു, അപ്പാപ്പൻ പോകുന്നു, പേരപ്പൻ പോകുന്നു. ഇങ്ങനെയൊക്കെ പോയി കണ്ട് വിലയിരുത്തിയാണ് അവസാനം കല്യാണം വേണോ വേണ്ടയോ, ഉറപ്പിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നത്. ഇവിടെ പലപ്പോഴും നമ്മൾ ഏകപക്ഷീയമായിട്ട് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ചെറുക്കൻ പെണ്ണിൻ്റെ വീട്ടിലേക്ക് ചെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, അത്തരത്തിൽ തീരുമാനമെടുക്കുന്നു. പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും താൻ ഇനി ജീവിക്കേണ്ടുന്ന വീടോ വീടിൻ്റെ സാഹചര്യങ്ങളെയോ വീട്ടുകാരെയോ കാണാനുള്ള ഒരു സാഹചര്യം ഇല്ല. ഇതിനെന്തെങ്കിലും സഭാമുടക്കമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. തീർച്ചയായും നാം പണ്ട് തൊട്ടേ തുടങ്ങി വരുന്ന ഒരു കാര്യം തുടർന്ന് പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്ന് സ്ത്രീ പുരുഷ സമത്വത്തെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. പുരുഷനെ പോലെ തന്നെ സ്ത്രീക്ക് അവസരങ്ങൾ കിട്ടണമെന്നും അവകാശമുണ്ടെന്നും ഒക്കെ ചിന്തിക്കുന്ന കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ചിന്തയൊന്നും മോശമല്ല. പക്ഷേ ഇപ്പോഴും ഈ വിവാഹത്തിൻ്റെ കാര്യത്തിൽ, പ്രത്യേകിച്ച് ആലോചനയുടെ കാര്യത്തിൽ നമ്മൾ പിമ്പിലാണ്. ഈ ചെറുക്കന് അല്ലെങ്കിൽ പുരുഷന് അവൻ്റെ കൂട്ടർക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്ക് പോകാം, അവിടെ ചെന്ന് പെണ്ണിനെ കാണാം, ആ വീട്ടുകാരെ പരിചയപ്പെടാൻ, കാര്യങ്ങൾ ചോദിക്കാം. പക്ഷെ പെണ്ണിന് ഒരിക്കലും പുരുഷൻ്റെ വീട്ടിലേക്ക് വരാനുള്ള അവകാശമില്ല. നാം വിവാഹത്തോട് ബന്ധപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് വന്നെങ്കിൽ പോലും ഇപ്പോഴും ഈ കാര്യത്തിൽ പുറകിലാണ്. ഒരുപക്ഷെ ഈ ചെറുക്കൻ്റെ വീട്ടിലല്ലാതെ
പെണ്ണിന് ഈ വീടിന് പുറത്തുള്ള സാഹചര്യങ്ങളിൽ ചെറുക്കനെ കാണാൻ അവസരമൊക്കെ ഉണ്ടാകാം. ചില പെൺകുട്ടികളൊക്കെ നേരത്തെ തന്നെ വീട്ടുകാരറിയാതെ ആൺകുട്ടികളെ ഉറപ്പിക്കാറുമുണ്ടല്ലോ, അത് വേറെ കാര്യം. ഏതായാലും ഈ പെണ്ണിന് ചെറുക്കൻ്റെ വീട്ടിലേക്കൊന്ന് പോകാൻ തീർച്ചയായിട്ടും അവസരം കൊടുക്കേണ്ടതല്ലേ? ഈ പെൺകുട്ടി ചോദിക്കുന്ന അതാ. ഒരു പക്ഷേ അവളുടെ വിവാഹത്തിൽ അവളത് ആഗ്രഹിക്കുന്നുണ്ടാവും, ഒത്തിരിയേറെ പെൺകുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ടാവും. അതിന് യുക്തിയുണ്ട് എൻ്റെ പ്രിയ സഹോദരങ്ങളെ. കാരണം ഈ ആൺകുട്ടിയല്ല, അല്ലെങ്കിൽ ചെറുക്കനല്ല ഈ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വന്ന് താമസിക്കാൻ പോണത്. ഈ പെണ്ണാണ് തൻ്റെ ശേഷിക്കുന്ന ജീവിതകാലം മുഴുവൻ ഈ ചെറുക്കൻ്റെ അല്ലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോയി താമസിക്കേണ്ടത്. അങ്ങനെയാകുമ്പോൾ താൻ ഇനി ഭാവിയിൽ ജീവിക്കാൻ പോകുന്ന വീട്, പരിസരം, നിരന്തരം ബന്ധപ്പെട്ട് ജീവിക്കേണ്ട ആളുകൾ, ഇവരെയൊക്കെ കാണുക, അവരോട് സംസാരിക്കുക എന്നത് തീർച്ചയായും അവകാശമാണ്, സ്വാഭാവികമായ കാര്യമാണ്. അതുകൊണ്ട് നാം എവിടെയെങ്കിലുമൊക്കെ തുടങ്ങിയേ മതിയാവും. ഇത് എല്ലാ മതക്കാരെയും സംബന്ധിച്ചിടത്തോളം ബാധകമായ കാര്യമാണ്. ക്രിസ്ത്യൻ സഭയെ മാത്രം ബന്ധപ്പെട്ടുള്ള കാര്യമല്ല. എല്ലാ സമൂഹങ്ങളിലും ഈ ഒരു നവോത്ഥാനം ഉണ്ടാവേണ്ടതാണ്. തീർച്ചയായും വേറിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. കാരണം ഇത് വളർച്ചയ്ക്ക് കാരണമാകും. തന്നെയുമല്ല, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാരെക്കാൾ കൂടുതലായി സുരക്ഷിതത്വത്തെക്കുറിച്ചുള്ള വിചാരമുണ്ട്. രണ്ടാമത്, ഈ പെൺകുട്ടി ചോദിച്ചൊരു കാര്യം നീതിപൂർവമായൊരു കാര്യമാണ്. നമ്മുടെ ധാർമ്മിക തലത്തിൽ നമ്മൾ ഉയർത്തേണ്ട ഒരു ചോദ്യമാണ്. അവൾ ചോദിച്ചത് ഇതാണ്: ഇന്ന് സ്ത്രീധനമില്ലല്ലോ, സ്ത്രീ വിഹിതമല്ലേ? എന്നോട് അവൾ ചോദിച്ചു, അച്ഛാ എന്താ സ്ത്രീ വിഹിതം? ഞാൻ പറഞ്ഞു, ഈ പെൺകുട്ടിയുടെ അപ്പനോ കുടുംബമോ അവളുടെ ആങ്ങളമാരോ ഒക്കെ അവൾക്ക് ആ വീടിൻ്റെതായി കൊടുക്കുന്ന വിഹിതമാണ്. അവൾ ചോദിച്ചു, അതാ സ്ത്രീയുടെ അവകാശമല്ലേ? ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും അവളുടെ അവകാശമാണ്. അവൾ വീണ്ടും ചോദിച്ചു, അതെന്തിനാ കൊടുക്കുന്നേ? ഞാൻ പറഞ്ഞു, അത് കൊടുക്കുന്നത് അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിയാണ്. അവൾക്ക് വേണ്ടി, അവളുടെ മക്കൾക്ക് വേണ്ടി, വരും തലമുറകൾക്ക് വേണ്ടി അപ്പൻ അല്ലെങ്കിൽ കാരണവന്മാർ കണ്ട ആ സ്വത്തിൻ്റെ വിഹിതം അവൾക്ക് കൊടുത്തു വിടുന്നത്. അവൾ എന്നോട് ചോദിച്ചു, ഇന്ന് വീടുകളിൽ ഈ കല്യാണത്തിൻ്റെ അവസരത്തിൽ ഈ സ്ത്രീക്ക് അവകാശപ്പെട്ട വിഹിതം അവൾക്ക് അവളുടെ കുടുംബത്തിൻ്റെ സുസ്ഥിതിക്ക് വേണ്ടി ഉപയോഗിക്കാൻ കിട്ടുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് ചോദിക്കുക, അവളുടെ അപ്പൻ അല്ലെങ്കിൽ അവളുടെ കുടുംബം അവളുടെ ഭാവി സുരക്ഷിതമാക്കാൻ, അല്ലെങ്കിൽ അവളുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ കൊടുക്കുന്ന ആ വിഹിതം അല്ലെങ്കിൽ വീതം, കുടുംബ സ്വത്ത്, ആ കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ? പല കുടുംബങ്ങളോടും ബന്ധപ്പെട്ട് ഞാൻ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഈ പെണ്ണിൻ്റെ വിഹിതം കിട്ടിയിട്ട് വേണം ഈ ചെറുക്കൻ്റെ വീട്ടിലെ കടം വീട്ടാൻ. ഈ പെണ്ണിൻ്റെ വിഹിതം കിട്ടിയിട്ട് വേണം കല്യാണത്തോട് ബന്ധപ്പെട്ട് ചെറുക്കൻ്റെ വീട്ടിലുണ്ടായ ചെലവുകൾ വഹിക്കാൻ. സത്യം പറഞ്ഞാൽ ഈ പെണ്ണ് കല്യാണം കഴിച്ച് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തുന്നതിന് മുമ്പ് ഇവള് അപ്പനിൽ നിന്ന്, ആങ്ങളമാരിൽ നിന്ന്, അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് അവക്ക് വിഹിതമായി കിട്ടിയ സ്വത്ത് മുഴുവൻ പൂർണ്ണമായും ഇല്ലാതാകുന്ന അവസ്ഥയാവുള്ളത്. ഒരുപക്ഷെ സ്വർണവും മറ്റും സൂക്ഷിക്കുന്ന രീതി ഉണ്ടാവാം, പക്ഷേ പണമായി കിട്ടുന്ന സ്വത്തൊക്കെ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, എനിക്ക് തോന്നുന്നു ഇത് നാം ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് ആലോചനയ്ക്കായി മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ഈ ആണുങ്ങൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക്, ഭർത്താക്കന്മാർക്ക്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് കുടുംബവിഹിതമായി അവകാശമായി കിട്ടിയത് നിങ്ങൾ സൂക്ഷിക്കുന്നില്ലേ? അല്ലെ വരും തലമുറയ്ക്ക് കൈമാറുന്നില്ലേ? പക്ഷെ എന്തുകൊണ്ട് ഈ പെണ്ണിന് കിട്ടുന്ന, അവകാശമായി കിട്ടുന്ന ആ കുടുംബവിഹിതം ഇവള് തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഇല്ലാതാക്കി കളയുന്നു? മൂന്നാമത് അവൾ ചോദിച്ചൊരു കാര്യം, ഈ കല്യാണത്തോടനുബന്ധിച്ച് ഇത്രമാത്രം ഭക്ഷണ ധൂർത്ത് വേണമെന്ന്.
ഞാൻ അവളോട് ചോദിച്ചു, നീ ഒന്ന് വിശദീകരിക്കാമോ, എനിക്ക് മനസ്സിലായില്ല. അവൾ ചോദിച്ചു, ഒരാളുടെ ഈ വിവാഹം നടക്കുമ്പോൾ ഇത്രമാത്രം എന്തിനാ ഭക്ഷണം കൊടുക്കുന്നേ? അവൾ വിശദീകരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ഈ പാലപ്പവും ആട്ടിറച്ചിയൊക്കെ നമ്മൾ എപ്പോഴാണ് കഴിക്കുന്നത്? ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ രാവിലെയാ. ബ്രെഡും കോഴിയും ഒക്കെ കഴിക്കുന്നത് എപ്പോഴാ? ഞാൻ പറഞ്ഞു, രാവിലെയാ. അവൾ എന്നോട് ചോദിച്ചു, ഈ രാവിലെ കഴിക്കേണ്ട സാധനം ഈ ഉച്ചയ്ക്ക് കല്യാണത്തിന് വരുന്നവന് ആദ്യം എന്നാത്തിനാ കൊടുക്കുന്നത്? അവൾ എന്നിട്ട് തമാശയായിട്ട് എന്നോട് ചോദിച്ചു, ഈ കല്യാണ ഭക്ഷണത്തിന് വരുന്ന ആളുകൾ കുറേ നാൾ ഭക്ഷണം കഴിക്കാതെ കിടന്നിട്ട് വരികയാണ്. അവൾ എന്നോട് ചോദിച്ചു, സാധാരണ നമ്മുടെ ആഘോഷ അവസരങ്ങളിൽ, ക്രിസ്മസിനും ഈസ്റ്ററിനും മറ്റ് ആഘോഷ അവസരങ്ങളിലും ഒക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ കഴിക്കുന്ന ഭക്ഷണം അവർക്ക് കൊടുത്താൽ പോരെ? അവൾ വിശദീകരിച്ചു. നമ്മൾ അങ്ങനെയുള്ള അവസരങ്ങൾ ഇച്ചിരി മീൻ വാങ്ങിക്കും, ഇച്ചിരി ഒലത്തിറച്ചി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു സ്റ്റൂ ഉണ്ടാവും. ഇതിനപ്പുറത്ത് നമ്മുടെ വീടുകളിൽ കഴിക്കാറുണ്ട്. എത്ര വലിയ വീടാണേലും ഇതിനപ്പുറത്തേക്ക് പോകാറില്ലല്ലോ അച്ഛാ. അതുകൊണ്ട് ഈ കല്യാണത്തിൻ്റെ അവസരത്തിൽ എന്തിനാണ് ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നത്. ശരിയായി, എത്രയോ ഐറ്റംസാണ് ഇന്ന് നമ്മുടെ ഈ കല്യാണ അവസരത്തിലൊക്കെ വിളമ്പുന്നത്. ഞാൻ ആരെയും പഴിക്കുന്നില്ല. ഈ പെൺകുട്ടിയുടെ ചിന്ത അനേകം പെൺകുട്ടികളുടെ ചിന്തയാണ്. ഓർക്കണേ, നമ്മൾ ഇങ്ങനെ നടത്തുന്ന സദ്യകൾ വഴി ഈ പെൺകുട്ടിക്ക് അവകാശപ്പെട്ട കുടുംബ സ്വത്ത്, അവളുടെ അവകാശം നഷ്ടമായി പോവുകയാണ്, എന്നേക്കുമായി ഇല്ലാതായി പോവുകയാണെന്നുകൂടെ നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇന്ന് നമുക്കറിയാം, കല്യാണം മാത്രമല്ല, കല്യാണത്തോട് ബന്ധപ്പെട്ട് മനസ്സമ്മതം ഒരു കല്യാണം പോലെയാണ്. പെണ്ണിൻ്റെ വീട്ടിലെ കല്യാണമായിട്ട് മനസ്സമ്മതം തീർന്നു. അതിൻ്റെ പുറത്ത് മറ്റൊരാഘോഷം കൂടെ ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? മധുരം വയ്പ്പ്. ഈ മധുരം വയ്പ്പിനോട് ബന്ധപ്പെട്ട് മദ്യവും ചില കുടുംബങ്ങളിൽ വിളമ്പുന്നു എന്ന് അറിഞ്ഞ ഒരു മെത്രാൻ അച്ഛന്മാരോട് പറഞ്ഞു, ഈ മദ്യത്തിൻ്റെ വിളമ്പൽ ഒഴിവാക്കാൻ പറ്റും, നിങ്ങളൊന്ന് ചെന്ന് പ്രാർത്ഥനയിൽ സംബന്ധിച്ചാൽ. അതുകൊണ്ട് പിതാവിൻ്റെ നിർദ്ദേശം മാനിച്ച് ആ രൂപതയിലെ അച്ഛന്മാർ വീടുകളിലേക്ക് മധുരവെപ്പിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കാൻ പോയി. എന്താ സംഭവിച്ചെന്നറിയാമോ? അച്ഛൻ വന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് സ്തുതിയൊക്കെ വാങ്ങിച്ചങ്ങ് പോകും. അച്ഛൻ പോയി കഴിയുമ്പോൾ അവർ ഈ മദ്യത്തിൻ്റെ ആഘോഷം തുടങ്ങും. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ പെൺകുട്ടി പറഞ്ഞത് ചിന്തോദീപകമായ കാര്യമാണ്. ഈ 3 കാര്യങ്ങളും നമ്മുടെ കുടുംബങ്ങളിൽ ആലോചനയ്ക്ക് വിഷയമാക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഇവിടെ ഒരു മനോഭാവത്തിൻ്റെ വ്യത്യാസം വരണം, മനോഭാവത്തിൽ മാറ്റം വരണം. നമ്മുടെ ആലോചനകൾ നമ്മുടെ കുടുംബത്തിൻ്റെ നന്മയ്ക്ക് കാരണമായി തീരണമെങ്കിൽ ഈ പെൺകുട്ടി പറഞ്ഞ വഴിയിലും നാം ചിന്തിക്കേണ്ടതല്ലേ? നിങ്ങൾ ആലോചിക്കൂ. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. മറ്റുള്ളവർക്ക് നൽകുന്ന ആദരവിനെ ഔദാര്യമായി കാണുന്നവരാണോ നമ്മൾ? നമ്മുടെ ആദരവ് സ്വീകരിക്കുന്നതിന് പ്രത്യേക മാനദണ്ഡങ്ങളും യോഗ്യതകളും മറ്റുള്ളവർക്ക് നമ്മൾ കൽപ്പിക്കാറുണ്ടോ? കണ്ടു നോക്കാം നമുക്കൊരു വീഡിയോ. हेलो भैया। जी मैम, गुड मॉर्निंग मैम। व्हाट गुड मॉर्निंग? वेयर्स माय कप? मेरे डेस्क पे मेरा कप नहीं है, प्लीज़ ढूंढ के दीजिए. और हाँ, एक कप चाय भी प्लीज़. जी मैम. भैया 2 कॉफ़ी लाना प्लीज़, और थोड़ा जल्दी लाना. So the fact that I'm looking at, I think we should include these couple of important things that I'm looking at right now.
भैया मैंने अपना लंच बाहर काउंटर पे रख दिया, प्लीज़ गर्म करके मेरी डेस्क पे रख देना। It's not a difficult presentation if you just make it in time. ये सब क्या है भैया, थोड़ा जल्दी कर दो। इसको किसने रखा है काम पे? I have no idea. Let's go to the other room. I don't have time to waste. ब्रिजेश, 4 नंबर में बॉटलें रखवा दी थी? हाँ मैडम, रख दी थी। कितनी? 8 रखी थी मैडम। अरे चेक करा करो, 12 लोग आए हुए हैं, 4 और रखवाओ जाकर जल्दी से। अच्छा मैम, 5 मिनट में रख दूँ? खाना कहीं नहीं भागा जा रहा, काम कर लो पहले, फिर खा लेना, ठीक है? ठीक है मैम, ठीक है। जल्दी जाओ। I'll just throw this, huh? रख देना, he'll do it. ब्रिजेश, इसे साफ कर दो जरा। हाँ और सेकंड फ्लोर पे प्लेटें भिजवा दी थी, गेस्ट आ रहे हैं जो। हाँ मैम, भिजवा दी थी। ठीक है, तो मैम आज शाम को थोड़ा जल्दी निकलना है। जल्दी निकलना है, ठीक है, पहले काम निपटाओ फिर देखते हैं। ठीक है मैम। भैया। हाँ सर। चाय लेंगे? चाय आपके लिए लाऊं क्या सर? नहीं, मैंने पूछा चाय पियेंगे? नहीं सर, आप पीजिए, मैं बाद में पीता हूँ। अरे लीजिए ना, पी के तो देखिए। अरे नहीं सर। अरे लीजिए, चख के देखिए, पीजिए पीजिए। कैसी है? अच्छी है सर। अच्छी है ना? मैं तो लोगों को समझाता हूँ कि मशीन वाली चाय में स्वाद का है। मैं बातों बातों में भूल ही गया। ये बिस्किट लीजिए, मेरा फेवरेट है, जब भी चाय पीता हूँ यही खाता हूँ। हाँ, अब इस बिस्किट को इसमें डुबाइए, इसे करिए और खाइए। क्यों, कैसी लगी? अच्छा है सर। तो आपका नाम क्या है? ब्रिजेश सर, ब्रिजेश। ഏത് ജോലിയും അന്തസ്സുള്ളതാണെന്നും ഏത് ജോലി ചെയ്യുന്നവരും ഒരുപോലെ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്നും ഉള്ള തിരിച്ചറിവ് നമുക്കിതുവരെ ലഭിച്ചിട്ടില്ല. മറ്റുള്ളവരെ താഴ്ന്നവരായി ചിന്തിക്കുന്ന, അങ്ങനെ കാണുന്ന നമ്മുടെ മനോഭാവമാണ് താഴ്ന്നത് എന്നും ഉയർന്ന് ചിന്തിക്കുന്നവരിൽ, അവരുടെ ചിന്തകളിൽ ഒരിക്കലും ആരും താഴ്ന്നവരല്ല എന്നും നമ്മൾ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയാത്തതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ ആദരവില്ലാത്തതാണ്. അപകർഷതയുള്ള വ്യക്തികൾക്ക് ഒരിക്കലും മറ്റുള്ളവരെ ആദരിക്കാൻ കഴിയില്ല. അതുപോലെ അഹങ്കാരമുള്ളവർക്കും. അഹങ്കാരം പോലും യഥാർത്ഥത്തിൽ അപകർഷതയിൽ നിന്നാണ് വരുന്നത് എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അഹങ്കരിക്കുകയും വലിയ മനോഭാവം കാണിക്കുകയും ചെയ്യുന്നവരുടെ പോലും അടിത്തട്ടിൽ കിടക്കുന്നത് ഒരുതരം അപകർഷതയായിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവരെ തന്നെപ്പോലെ തന്നെ കരുതുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് നമ്മുടെ സ്വയം ആദരവിൻ്റെയും സ്വയം മതിപ്പിൻ്റെയും ലക്ഷണം കൂടിയാണ്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ കുർബാന നീളമേറിയതാണെന്ന് നിങ്ങൾ പറയുന്നു, എന്നാൽ ഞാൻ പറയുന്നു നിങ്ങളുടെ സ്നേഹം ചെറുതാണ്. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹനവ
വഴിയിലെ മതി എരിയാത്ത മുൾപടർപ്പേ